Now let's see what are the differences between the latch and flip-flops. നമ്മളൊരു ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we can see a circuit like this. Okay, ഇതിനകത്ത് there are two input lines R and S and there is also a clock input. ഒരു ക്ലോക്ക് ഇൻപുട്ടും കൂടെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ക്ലോക്ക് ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എ കണ്ടിന്യൂസ് പൾസ് ട്രെയിൻ ആയിരിക്കും നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു ക്ലോക്ക് ഇൻപുട്ടിൽ. ഓക്കെ, അതായത് 50% ഡ്യൂട്ടി സൈക്കിളുള്ള ഒരു ക്ലോക്ക് സിഗ്നൽ, അതായത് ഓൺ ടൈം. ഇതാണ് ഓൺ ടൈം എന്ന് പറയുന്നത്. ഹൈ ആയിട്ടിരിക്കുന്ന ടൈം ഡ്യൂറേഷനാണ് ഓൺ ടൈം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓഫ് ടൈം. ഓൺ ടൈം ഇസ് ഈക്വൽ ടു ഓഫ് ടൈം ആയിട്ടുള്ള ഒരു ക്ലോക്ക് സിഗ്നൽ ആയിരിക്കും, കണ്ടിന്യൂസ് പൾസ് ട്രെയിൻ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലോക്ക് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ എങ്ങനെയായിരിക്കും ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക? ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ കണ്ടിന്യൂസ്ലി ചെക്ക് ദ വേരിയേഷൻസ് വിത്തിൻ ദ ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ചേഞ്ച് ഓൺലി when there is a പോസിറ്റീവ് ട്രിഗറിങ് എഡ്ജ് ഓർ നെഗറ്റീവ് ട്രിഗറിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ. അതായത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻപുട്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എല്ലാ ഇൻപുട്ട് വേരിയേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കില്ല. എപ്പോഴായിരിക്കും ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുന്നുണ്ടായിരിക്കുക? ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുന്നത് ഒന്നുകിൽ ക്ലോക്ക് സിഗ്നലിൻ്റെ പോസിറ്റീവ് ട്രിഗറിങ് എഡ്ജ്, ഇതാണ് പോസിറ്റീവ് ട്രിഗറിങ് എഡ്ജ് എന്ന് പറയുന്നത്. 0 എന്നുള്ളൊരു ലെവലിൽ നിന്ന് 1 എന്നുള്ളൊരു ലെവലിലേക്കുള്ളൊരു ട്രാൻസിഷൻ, അതിനാണ് നമ്മൾ പോസിറ്റീവ് ട്രിഗറിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ദ വാല്യൂ ഓഫ് ദ സിഗ്നൽ ഈസ് 0, ഹിയർ ഇറ്റ് ഈസ് അറ്റ് 1. ഓക്കെ, 0 എന്നുള്ളൊരു ലെവലിൽ നിന്ന് 1ലേക്കുള്ളൊരു ലെവലിലേക്കുള്ളൊരു ട്രാൻസിഷൻ, അതിനാണ് നമ്മൾ പോസിറ്റീവ് ട്രിഗറിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് 2 ടൈപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. ഒന്നുകിൽ അതൊരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ചെക്ക് ദ വേരിയേഷൻസ് ഇൻ ദ ഇൻപുട്ട്. അതിനകത്ത് ഇൻപുട്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യും. പക്ഷേ ആ ഒരു ഇൻപുട്ട് വേരിയേഷൻസിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഒരു പോസിറ്റീവ് ട്രാൻസിഷൻ ക്ലോക്ക് ഇൻപുട്ടിൽ ഒരു പോസിറ്റീവ് എഡ്ജ് വരുന്ന ഇൻസ്റ്റൻറ്റിൽ മാത്രമായിരിക്കും ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുന്നുണ്ടായത്. അതായത് ക്ലോക്ക് ഇൻപുട്ടിൽ ഒരു പോസിറ്റീവ് എഡ്ജ് വരുന്ന ഇൻസ്റ്റൻറ്റിൽ ഇൻപുട്ട് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എങ്കിൽ നമുക്ക് നെഗറ്റീവ് ക്ലോക്ക് സിഗ്നലിനകത്ത് നെഗറ്റീവ് എഡ്ജസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വേരിയേഷൻസ് വരുന്നത്. അതായത് നെഗറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് 0 എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ളൊരു ട്രാൻസിഷൻ, ഇതാണ് നെഗറ്റീവ് എഡ്ജസ്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്ലോക്ക് സിഗ്നലിൻ്റെ നെഗറ്റീവ് എഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ചെക്ക് ദ വേരിയേഷൻസ് ഇൻ ദ ഇൻപുട്ട് ആൻഡ് വെനെവർ ദർ ഈസ് എ നെഗറ്റീവ് എഡ്ജസ് ഒക്യുർ അറ്റ് ദ ക്ലോക്ക് ഇൻപുട്ട് കറസ്പോണ്ടിംഗ്ലി ദ ഔട്ട്പുട്ട് വിൽ ബി ജനറേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻപുട്ട്. അതായത് ഒരു നെഗറ്റീവ് എഡ്ജ് ക്ലോക്കിൽ വരുന്ന സമയത്ത് ഇൻപുട്ട് എന്താണോ ഉള്ളത് ആ ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബാക്കിയുള്ള ഇൻസ്റ്റൻസിൽ എന്ത് വേരിയേഷൻസ് ഇൻപുട്ടിൽ വന്നാലും ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അതായത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഈ പോസിറ്റീവ് എഡ്ജിൽ വരുന്ന ഇൻപുട്ട്സ് മാത്രമേ ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ള ഇൻസ്റ്റൻസിൽ എന്ത് വേരിയേഷൻസ് ഇൻപുട്ടിൽ വന്നാലും അത് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സെയിം കേസ് പോലെ തന്നെയാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡിലും വരുന്നത്. നെഗറ്റീവ് എഡ്ജ് ക്ലോക്ക് സിഗ്നലിൻ്റെ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ വരുന്ന സമയത്ത് മാത്രം ഇൻപുട്ടിൽ ഉള്ള വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വേരിയേഷൻസ് വരുന്നത്. ബാക്കിയുള്ള ഏത് ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും ആ ഒരു ഇൻസ്റ്റൻസിലെല്ലാം ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻസ് വന്നാലും അത് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ വരുന്നത്. ദെൻ ലാച്ചസിൻ്റെ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇൻ സം കേസസ് ദിസ് സെയിം സർക്യൂട്ട് ഈസ് ഇൻസൈഡ് ദ ലാച്ച്. ലാച്ചിനകത്ത് ഈ ഒരു സെയിം സർക്യൂട്ട് തന്നെയായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. ദെൻ എന്താണ് ഈ ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്? നമ്മൾ പറഞ്ഞു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ നമ്മളിവിടെ ഒരു ക്ലോക്ക് സിഗ്നലായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് 50% ഡ്യൂട്ടി സൈക്കിളുള്ള കണ്ടിന്യൂസ് പൾസസ് ആയിട്ടായിരിക്കും നമ്മൾക്ക് ഇവിടെ ഒരു സിഗ്നൽ വരുന്നുണ്ടായിരിക്കും അല്ലേ. ദെൻ ലാച്ചിൻ്റെ കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലോക്ക് സിഗ്നൽ നമ്മളതൊരു എനേബിൾ ഇൻപുട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഈ ഒരു എനേബിൾ സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനേബിൾ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിൽ ഇവിടെ നമ്മൾ ലാച്ചസിന് ഈ ഒരു ക്ലോക്കിന് പകരമായിട്ട് എനേബിൾ എന്നൊരു പിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു എനേബിൾ സിഗ്നൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഐദർ ലോ ഓർ ഹൈ. അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം പീരീഡ് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ നമുക്ക് ഇതുപോലെ ഒരു ക്ലോക്ക് സിഗ്നലും ഈ ഒരു എനേബിൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു വർക്കിങ്ങിൽ എന്താണ് വ്യത്യാസം വരുന്നത് വെച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്താൽ അതിൻ്റെ പോസിറ്റീവ് എഡ്ജിൽ അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജിലായിരിക്കും ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് വാരി ചെയ്യുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ലാച്ചാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ലാച്ചിനകത്ത് ഔട്ട്പുട്ട് വേരിയേഷൻസ് വരുന്നത് കറസ്പോണ്ടിങ് ടു എ പെർട്ടിക്കുലർ ലെവലാണ്. ഒന്നുകിൽ അത്
ഹൈ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരുന്നത്. അതായത് ഒരു ലാച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സെയിം സർക്യൂട്ട് തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ദ ലാച്ച് വിൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ദ വേരിയേഷൻസ് വിത്തിൻ ദ ഇൻപുട്ട് ആൻഡ് ദ വേരിയേഷൻസ് ഇൻ ദ ഇൻപുട്ട് വിൽ എഫക്റ്റ് ദ ഔട്ട്പുട്ട് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ടൈം പീരീഡ്. എനേബിൾ ഇൻപുട്ടിനകത്തെ പോസിറ്റീവ് ലെവൽ അല്ലെങ്കിൽ നെഗറ്റീവ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരുന്നത്. ഓക്കെ, ദെൻ ലാച്ചിൽ വേറൊരു പോസിബിലിറ്റിയും കൂടെ വരുന്നുണ്ട്. അതായത് ഇൻ സം ലാച്ചസ് വി ക്യാൻ സീ ദാറ്റ് ദർ വിൽ ബി നോ ഗേറ്റിംഗ് സർക്യൂട്ട്സ്. അതായത് ഇതാണ് നമ്മളുടെ ഗേറ്റിങ്ങിനുള്ളൊരു സെക്ഷൻ വരുന്നത് അല്ലേ. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും ലാച്ചസ് ആണെങ്കിലും ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഗേറ്റിംഗ് ആണ്. അതായത് നമുക്ക് ഈ ഒരു ലാച്ചിനകത്ത്, ഇതാണ് ബേസിക് ലാച്ച് എന്ന് പറയുന്നത്, ഈ ഒരു ലാച്ചിനകത്തേക്ക് നമുക്കൊരു വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റിംഗ് സെക്ഷനായിട്ടാണ് നമ്മൾ ഈ ഒരു 2 ആൻഡ് ഗേറ്റിൻ്റെ സർക്യൂട്ടിനെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമുക്ക് ചില കേസസിൽ ലാച്ചസ് എന്ന് പറയുന്നത് ഈ ഒരു ഗേറ്റിംഗ് സെക്ഷൻ ഇല്ലാതെയും കൂടെ അവൈലബിൾ ആവും. ദെൻ വി ക്യാൻ സീ ദാറ്റ് ദ ഔട്ട്പുട്ട് will vary corresponding to the variations in the input. There will not be any enabled signal. ആ ഒരു കേസസിലുള്ള ലാച്ചസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുക, ഇതൊരു ലാച്ചാണ് വിത്തൗട്ട് ദ ഗേറ്റിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, ദെൻ Q and Q bar are the outputs and R and S are the inputs. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്തൊരു എനേബിൾ എന്നൊരു പിന്ന് അവൈലബിൾ അല്ല അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലാച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് എനേബിൾ അപ്ലൈ ചെയ്യുന്നില്ല. ആൻഡ് ദ ഔട്ട്പുട്ട് വാരീസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻപുട്ട് വേരിയേഷൻസ്. ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻസ് വന്നാലും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വാരി ചെയ്യുന്നുണ്ടായിരിക്കും. അതിനകത്ത് ഒരു പെർട്ടിക്കുലർ ലെവൽ, നമ്മളിപ്പോൾ പോസിറ്റീവ് ലെവൽ ട്രിഗേർഡ് ലാച്ച് പറഞ്ഞു, നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ് ലാച്ച് പറഞ്ഞു അല്ലേ. പോസിറ്റീവ് ലെവൽ ട്രിഗേർഡ് ലാച്ച് ആണ് എങ്കിൽ ഇതായിരിക്കും ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രം വരുന്നുണ്ടായിരിക്കുക. ഇവിടെ നമ്മളൊരു അപ്ലൈ ചെയ്യുന്ന ഒരു എനേബിൾ സിഗ്നലിൻ്റെ പോസിറ്റീവ് ലെവൽ എവിടെയൊക്കെ വരുന്നുണ്ടോ ആ ഒരു കറസ്പോണ്ടിങ് ടൈം ഡ്യൂറേഷനിലായിരിക്കും ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വാരി ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ് ലാച്ചാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സർക്യൂട്ട് തന്നെയായിരിക്കും ഇവിടെ നമ്മൾ എനേബിൾ എന്നുള്ളൊരു സിഗ്നലായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ എനേബിൾ സിഗ്നലിൻ്റെ ലെവൽ ലോ ആവുന്ന സമയത്തായിരിക്കും ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വാരി ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. ദെൻ നെക്സ്റ്റ് ഒരു വാരിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ലാച്ചാണ്. അതിനകത്ത് ഗേറ്റിംഗ് സർക്യൂട്ട്സ് ഉണ്ടായിരിക്കില്ല. ദെൻ എന്താണ് അതിൻ്റെ ഓപ്പറേഷൻ വരുന്നുണ്ടായിരിക്കും, ഔട്ട്പുട്ട് വിൽ കണ്ടിന്യൂസ്ലി വാരി ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻപുട്സ്. ഓക്കെ, ഈ ഒരു ലാച്ച് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ലാച്ച് ഡസൻറ്റ് ഹാവ് എനി ക്ലോക്ക്. ഈ ഒരു ലാച്ചിനകത്ത് ക്ലോക്ക് ഇല്ല എന്ന് നമുക്ക് പറയാം. ക്ലോക്ക് ഓർ എനേബിൾ. ഓക്കെ, എനേബിൾ ഓർ ക്ലോക്ക് എന്നുള്ളൊരു ഇൻപുട്ട് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല. ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തൊരു ക്ലോക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പല ടെക്സ്റ്റിലും പല രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചില ടെക്സ്റ്റിനകത്ത് പറഞ്ഞേക്കണ കാണാം ലാച്ചിനകത്ത് ക്ലോക്ക് ഇല്ല, ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്ത് ക്ലോക്ക് ഉണ്ട് എന്ന് പറയും. ഓക്കെ, അത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ലാച്ച് ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു ലാച്ച് ആണെങ്കിൽ നമുക്ക് പറയാം അതിനകത്ത് ക്ലോക്ക് ഇല്ല എന്ന്, ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ക്ലോക്ക് ഉണ്ട് എന്നും പറയാം. ഓക്കെ, ചില ടെക്സ്റ്റിനകത്ത് അതിന് പകരം പറയുന്നത് ലാച്ച് എന്ന് പറയുന്നത് ലെവൽ ട്രിഗേർഡ് ആണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എഡ്ജ് ട്രിഗേർഡ് ആണ് നമുക്ക് കാണാം. ഓക്കെ, അതായത് ആ ബുക്സിലെല്ലാം അവർ റെഫർ ചെയ്യുന്നത് ഈ സെയിം സർക്യൂട്ട് തന്നെയാണ് ലാച്ചിനും ഫ്ലിപ്പ് ഫ്ലോപ്പിനും അവർ റെഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു ഇൻപുട്ടിൽ ലാച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഇൻപുട്ടിൽ നമ്മൾ എനേബിൾ എന്നുള്ളൊരു സിഗ്നലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സിഗ്നലിൻ്റെ പോസിറ്റീവ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരുന്നുണ്ടായിരിക്കുക. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എങ്കിൽ ഇതിനകത്ത് നമ്മൾ ക്ലോക്ക് എന്നുള്ളൊരു ഇൻപുട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ പോസിറ്റീവ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടും ആയിരിക്കും ഔട്ട്പുട്ടിലെ വേരിയേഷൻസ് വരുന്നത്. അതാണ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. ഇനി ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ലാച്ച് എന്നൊരു കൺസെപ്റ്റേ പറയുന്നുണ്ടായിരിക്കില്ല. എല്ലാ സർക്യൂട്ട്സിനും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. പക്ഷേ അതിനകത്ത് ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നുണ്ടായിരിക്കും. അതിനകത്ത് ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാച്ചസിനെയാണ്, എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സിനെയാണ്. ഓക്കെ, ദെൻ നമുക്ക് ഏറ്റവും ബേസിക് ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ പറയാം ലാച്ചിനകത്ത് ക്ലോക്ക് ഉണ്ടായിരിക്കില്ല, ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്ത് ക്ലോക്ക് ഉണ്ടായിരിക്കും എന്ന് പറയാം. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടും ഒരു ട്രൂ കൺസെപ്റ്റ് അല്ല. ലാച്ച് എന്ന് പറയുന്ന സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെയൊരു സർക്യൂട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതായത് ഗേറ്റിംഗ് സർക്യൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു ക്ലോക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ലാച്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ വാരി വിത്ത് റെസ്പെക്ട് ടു ദ ലെവൽസ് ഓഫ് ദ ക്ലോക്ക് ഇൻപുട്ട്. പെർട്ടിക്കുലർ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നുകിൽ പോസിറ്റീവ് ലെവൽ അല്ലെങ്കിൽ നെഗറ്റീവ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ലാച്ചിൻ്റെ ഔട്ട്പുട്ട് വാരി ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട്സ് വാരി ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ഒരു ഡിഫറൻസ് നമുക്ക് പറയാവുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലാച്ചിനകത്ത് ക്ലോക്ക്സ് അവൈലബിൾ അല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞു അല്ലേ. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ലാച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ അസിൻക്രണസ് സർക്യൂട്ട്സ്. നമുക്കറിയാം സിൻക്രണസ് സർക്യൂട്ട്സ് ആൻഡ് അസിൻക്രണസ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് സർക്യൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സിൻക്രണസ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് നമുക്ക് ക്ലോക്ക് യൂസ് ചെയ്യും. അസിൻക്രണസ് സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല അല്ലേ. ദെൻ അസിൻക്രണസ് സർക്യൂട്ട്സിൻ്റെ ഡിസൈനിങ്ങിലായിരിക്കും നമ്മൾ ലാച്ചസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സിൻക്രണസ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, then this latch will be a little bit faster compared to the flip flops because നമുക്കറിയാം ഈ ലാച്ചിനകത്ത് ഈ ഒരു ഗേറ്റിംഗ് സർക്യൂട്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ we can see that there is no need to wait for the clock. കറസ്പോണ്ടിങ് നമ്മൾ ഒരു ഇൻപുട്ടിനകത്ത് എന്തെങ്കിലും ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വാരി ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു എനേബിൾ പിന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കൂടിയും ഒരു പോസിറ്റീവ് ലെവൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ആ ഒരു പോസിറ്റീവ് ലെവലിൽ നമ്മൾ ആ ഇൻപുട്ടിൽ എന്ത് അപ്ലൈ ചെയ്തോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഫാസ്റ്റായിട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കേസ് വരുന്നത്, നമ്മൾ ഇൻപുട്ടിൽ കറസ്പോണ്ടിങ് കോമ്പിനേഷൻ അപ്ലൈ ചെയ്താൽ കൂടിയും ക്ലോക്കിനകത്ത് ഒരു പോസിറ്റീവ് ലെവൽ വരുന്നത് വരെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ലെവൽ വരുന്നത് വരെ ഈ ഒരു സർക്യൂട്ടിന് വെയിറ്റ് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്. സോ ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് will be a little bit slower compared to the latches. Okay, ഓൾസോ പവർ കൺസംപ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്ത് എക്സ്ട്രാ സർക്യൂട്ട്സ് എക്സ്ട്രാ ഗേറ്റ്സ് ഉള്ളതുകൊണ്ട് പവർ കൺസംപ്ഷൻ വിൽ ബി മോർ ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ലെസ്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ലാച്ച് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്.